ഗവൺമെന്റ് പ്ലീഡർ നിയമനത്തിൽ കെ.എസ്.യുവിനെ അധിക്ഷേപിച്ച മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കെ.എസ്.യു സംസ്ഥാന പ്രസിഡന്റിന് കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നിഷേധിക്കുകയും ചെയ്തു. നിലപാട് വ്യക്തമാക്കാൻ അനുമതി തേടിയ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറിനാണ് അനുമതി നിഷേധിച്ചത്. പ്ലീഡർ നിയമനത്തിൽ കെ.എസ്.യു ലോ കോളേജ് യൂണിറ്റിന് കാര്യം എന്താണെന്നും അതൊന്നും അവരല്ല തീരുമാനിക്കുന്നതുമാണ് ബുധനാഴ്ച മുഖ്യമന്ത്രി പറഞ്ഞത്. കെ.എസ്.യുവിൽ ഇത് പ്രതിഷേധത്തിന് ഇടയാക്കിയ സാഹചര്യത്തിലാണ് ബുധനാഴ്ച രാത്രി മുഖ്യമന്ത്രിയെ കാണാൻ അനുമതി ചോദിച്ചത്. കാണാനാകില്ലെന്ന് മുഖ്യമന്ത്രി അറിയിക്കുകയും ചെയ്തു. പിന്നീട് വ്യാഴാഴ്ചയും കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നൽകിയില്ല. മുഖ്യമന്ത്രിയുടെ പ്രസ്താവന െതിരെ അലോഷ്യസ് സേവർ പരസ്യമായി രംഗത്ത് വന്നിരുന്നു. പ്ലീഡർ നിയമനത്തിൽ കെ.എസ്.യുവിന് ആശങ്കയുണ്ടെന്നും മുഖ്യമന്ത്രി കുറച്ചുകൂടി ജാഗ്രത കാണിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിക്കെതിരെ കോൺഗ്രസ് നേതാവ് ജിൻഡോ ജോണും രംഗത്ത് വന്നിരുന്നു. വന്ന വഴിയും കൈപിടിച്ച മനുഷ്യരും വെറും ചവിട്ടുപടികൾ മാത്രമാണെന്നും പട്ടാഭിഷേകം കഴിഞ്ഞാൽ വാഗ്ദാനം മറക്കുന്നത് രാജാക്കന്മാരുടെ ശീലം ആണെന്നുമാണ് ജിൻഡോ പ്രതികരിച്ചത്. ഈ സംഭവം കെ.എസ്.യുവിലും യൂത്ത് കോൺഗ്രസിലും പ്രതിഷേധത്തിന് ഇടയാക്കി. കെ.എസ്.യു വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും സതീശനെതിരെ വലിയ തോതിൽ വിമർശനം ഉയർന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി സതീശനെതിരെ കോൺഗ്രസ് നേതാവ് ജിൻഡോ ജോൺ ഫേസ്ബുക്ക് പോസ്റ്റോടെയാണ് വിമർശനം നടത്തി. RSS പ്രവർത്തകനായ DS ശരത്തിനെ സീനിയർ ഗവൺമെന്റ് പ്ലീഡറായി നിയമിച്ചതിനും തുടർന്നുണ്ടായ വിവാദങ്ങൾക്കും പിന്നാലെയാണ് ജിൻഡോയുടെ ഫേസ്ബുക്ക് കുറിപ്പ് വന്നത്. നിയമനം കിട്ടിയവരിൽ പലരും അകന്ന ബന്ധുക്കളുടെ പോലും വിദൂര കോൺഗ്രസ് ബന്ധം ചികയുന്ന തിരക്കിലാണെന്നും കിട്ടിയ പോസ്റ്റിൽ അവർക്ക് എങ്ങനെയെങ്കിലും അള്ളിപ്പിടിച്ചിരിക്കണമല്ലോ എന്നും അദ്ദേഹം എഴുതി. കെ.എസ്.യുക്കാരെ ക്യാമ്പസിൽ തല്ലുന്നവരെയും തല്ലുന്നതിനെ പിന്തുണയ്ക്കുന്നവരെയും ന്യായീകരിക്കാൻ തന്റെ നാവ് പൊന്തില്ല. വീട്ടുകാർ കോൺഗ്രസ് ആയതിന്റെ പേരിൽ കൊടുക്കേണ്ടതല്ല രാഷ്ട്രീയ നിയമനങ്ങളെന്നും ജിൻഡോ കൂട്ടിച്ചേർത്തു. അപ്രഖ്യാപിത അംഗത്വ വിലക്കുള്ള ചില സംവിധാനങ്ങൾ തയ്യാറാക്കുന്ന ലിസ്റ്റുകളിൽ എന്തുകൊണ്ട് ആക്ഷേപകരമായ പേരുകൾ കയറിക്കൂടി എന്ന് പരിശോധിക്കപ്പെടണം. ആരൊക്കെയായിരുന്നു ശുപാർശക്കാരെന്നും വിവാദ വ്യക്തികളല്ലാതെ മറ്റാരും കഴിവുള്ളവരായി ഉണ്ടായിരുന്നില്ലേ എന്നും ആലോചിക്കും. പിണറായി ഭരണത്തിന്റെ 10 വർഷങ്ങളിൽ ആ പട്ടേലരുടെ സെന്റിന്റെ മണം മാത്രം ശ്വസിച്ച് കണ്ണടച്ചിരുന്ന SFI അല്ല കെ.എസ്.യു എന്ന് പഠിപ്പിച്ചവരോടും കരിസ്മാറ്റിക് ക്ലാസുകളോടും കടപ്പാട് എന്നും ജിൻഡോ കുറിപ്പിൽ പറയുന്നു. രാഷ്ട്രീയ അൽഷിമേഴ്സ് ബാധിക്കുന്നവർക്ക് പട്ടേലരുടെ സെന്റിന്റെ മണം വിളമ്പുന്ന തൊമ്മിമാർ കൂടെയുണ്ടെങ്കിൽ ന്യായീകരിച്ച് കാലം കഴിക്കാം. മനുഷ്യർക്ക് നീതി വേണമെന്നും അത് കഴിവതും നേരത്തെ വേണമെന്നും തോന്നാം. പക്ഷേ തീരുമാനങ്ങൾ എടുക്കപ്പെടുന്ന ദർബാറുകളിൽ പടയാളികൾക്ക് പ്രവേശനം ഉണ്ടാകില്ല എന്നതാണ് രാജശാസനം. തിരുമനസ് കൽപ്പിച്ചു നൽകുന്നത് മാത്രമാണ് നീതിയെന്ന് പോരാളികൾ സ്വയം വിശ്വസിക്കുകയും വേണം. രാജാവിനേക്കാൾ വലിയ രാജഭക്തരും കൊട്ടാരം വിദൂഷകരും പ്രീതി പറ്റുന്നതിനായി വാഴ്ത്തുകൾ പാടിക്കൊണ്ടേയിരിക്കും. രാജാക്കന്മാർ മാറി വന്നാലും രാജാധികാര രീതികൾ തുടർച്ചയാണ്. അധികാര തണൽ പറ്റാൻ പിൻവാതിൽ കയറിയോ ഭാഗ്യാന്വേഷിയായ പ്രൊഫൈലിൽ ബച്ചന്ന വേഷം കെട്ടിയോ കെ.എസ്.യു ആയതല്ല. പോലീസ് മർദ്ദനങ്ങളും പരിക്കും ജയിലും പട്ടിണിയും എതിർ രാഷ്ട്രീയക്കാരുടെ അപമാനവും ആക്ഷേപവും അക്രമവും സഹിച്ച് സംഘടനാ പ്രവർത്തനം നടത്തി വന്നവർക്ക് ശീലമില്ലാത്ത കാഴ്ചകളിൽ ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കണം. അത് ചോദിക്കാൻ കുട്ടികളും വേണം. പണ്ട് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ സമരം ചെയ്ത് പോലീസ് ചവിട്ടിയൊടിച്ച കാലുമായി മാസങ്ങളോളം വീട്ടിൽ കിടക്കുമ്പോൾ കുസാറ്റിലെ SFIയുടെ തല്ലുകാരനായ വടക്കേക്കൂട്ട് വക്കീലും ഇന്ന് UDF കാലത്തെ പ്ലീഡറാണ്. ഇതുപോലെ പലരുമുണ്ട്. വ്യക്തികളോടല്ലോ വ്യവസ്ഥകളോടാണല്ലോ കലഹം. അതുകൊണ്ട് പേരുകൾ പറയുന്നില്ല. ഇവരൊക്കെ UDFൽ വന്നത് അറിഞ്ഞില്ല. അടിയന്തരാവസ്ഥ ഒന്നും ആയിരുന്നില്ലല്ലോ. അതുകൊണ്ട് രഹസ്യമായി പാർട്ടിയിൽ ചേരേണ്ട ആവശ്യമില്ല. കെ.എസ്.യുക്കാരെ ക്യാമ്പസിൽ തല്ലുന്നവരെ ന്യായീകരിക്കാൻ എന്റെ നാവ് പൊന്തില്ല. വീട്ടുകാർ കോൺഗ്രസ് ആയതിന്റെ പേരിൽ കൊടുക്കേണ്ടതല്ല രാഷ്ട്രീയ നിയമനം. ഇങ്ങനെ അതിരൂക്ഷമായ ഭാഷയിലാണ് ജിൻഡോ മുഖ്യമന്ത്രിയെ വിമർശിക്കുന്നത്. RSS പ്രവർത്തകനായ DS ശരത്തിനെ സീനിയർ ഗവൺമെന്റ് പ്ലീഡറായി നിയമിച്ചതിൽ തിരുവനന്തപുരം ലോ കോളേജിലെ കെ.എസ്.യു മുൻ യൂണിറ്റ് പ്രസിഡന്റുമാർ ആശങ്ക അറിയിച്ചിരുന്നു. വി.ഡി. സതീശന്റെ കുറിപ്പിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ശരത്തിന്റെ നിയമനം. അതിന് പിന്നാലെ സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ വിമർശനവുമായി കോൺഗ്രസിലെ അഭിഭാഷക വിഭാഗം ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് അംഗങ്ങൾ രംഗത്ത് വരികയും ചെയ്തിരുന്നു. വി.ഡി. സതീശന്റെ പരിഹാസത്തിനെതിരെ കെ.എസ്.യു സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടെ രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. മുഖ്യമന്ത്രിയുടെ പരാമർശത്തിൽ കോൺഗ്രസിനകത്തും അതൃപ്തി ഉയരുന്നുണ്ട്.